ഫ്രണ്ടിൻ്റെ അടുത്ത് പുറത്തേക്ക് പോകണില്ല. പകരം നമ്മളെ മക്ലാൻ എടുത്തിട്ടാണ് പോണത്. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യട്ടെ, കമൻറ്റ്. അതിൻ്റെ ഇപ്പോൾ ഏതോ ഡെലിവറിക്കാരൻ വന്നിപ്പം വീഡിയോ കട്ട് ചെയ്ത് നിർത്താം. അപ്പോൾ BMW അപ്പോൾ എനിക്കിഷ്ടം ഇതാണ്. കാരണം ഇത് കണ്ടില്ലേ, ഓരോ തളങ്ങനെ വണ്ടി, അതും പക്ഷെ വലിയ തളങ്ങളെ വണ്ടി. ഇത് നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത് പോവാൻ പോണേ. വെയിറ്റ് മിനിറ്റ്, ഇന്നല്ല നമ്മൾ രമേശൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ നമുക്ക് സർപ്രൈസായിട്ട് രമേശനിൽ നമുക്ക് നമ്മളെ മറ്റേ BMW കൊടുക്കാം. BMW ഇല്ലേ, ആ സർപ്രൈസായിട്ട് ഞാൻ എപ്പോഴും ഓർക്കണം രമേശൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എല്ലാവരും വിളിച്ചു കൊണ്ടുവരാം. മൈക്കിളിനെ ട്രെവറിനെ എല്ലാവരും വിളിച്ചു കൊണ്ടുവരാം. ഹലോ മൈക്കിളെ, ഞാൻ മിസ്റ്റർ ബീഫ്സാണ്. അന്ന് നമ്മളെ രമേശൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നീ ഫ്രാങ്ക്ലിനെ വിളിച്ചോ, പിന്നെ ഫ്രാങ്ക്ലിനെയും വിളിച്ചോ, ട്രെവറിനെയും വിളിച്ചോ, പിന്നെ ഇപ്പോൾ നമ്മളെ മുത്തൂനെയും വിളിച്ചോ. ഓലൊക്കെ മതി. പിന്നെ നമുക്ക് സർപ്രൈസ്, എൻ്റെ വീട്ടിലൊരു ഡെലിവറിക്കാരൻ വന്നിട്ട് BMW തന്നീനി. അത് നമുക്ക് സർപ്രൈസായിട്ട് കൊടുക്കാം. ശരിയുടെ മിസ്റ്റർ ബീഫ്സ്. ശരി. അപ്പോൾ നമ്മളെന്തായാലും BMW കൊടുത്ത് ഇവിടെ ബാക്കിൽ വെക്കട്ടെ. ചെറിയ മോഡിഫൈഡ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ കാർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ കോള് വരുന്നുണ്ട്? ഹലോ മൈക്കിളെ, എന്താണ്? നമ്മളെ ഫ്രാങ്ക്ലിനില്ലേ, ഫ്രാങ്ക്ലിന് ഇപ്പോൾ ആരോ തട്ടിക്കൊണ്ടു. ഫ്രാങ്ക്ലിനിൽ ഇപ്പോൾ നടത്താൻ പറ്റില്ലല്ലോ, ഫ്രാങ്ക്ലിൻ്റെ കൂട്ടുകാരനല്ലേ. അത് ശരിയാണല്ലോടാ. അപ്പോൾ നീയില്ലേ ഫ്രാങ്ക്ലിനെ അത് രക്ഷിക്ക്. ഫ്രാങ്ക്ലിനെ ഫ്രാങ്ക്ലിനെ ആരോ തട്ടിക്കൊണ്ടേക്കണ്, ഓനെ രക്ഷിക്ക് കേട്ടോ. ശരി ഞാൻ രക്ഷിക്കാം. ഫ്രാങ്ക്ലിനെ ആരോ തട്ടിക്കൊണ്ടേന്ന്. ഫ്രാങ്ക്ലിൻ ഇല്ലാതെ ഈ പാർട്ടി നടത്താൻ കൂടി വെക്കൂല. ഫ്രാങ്ക്ലിന് അത്യാവശ്യമായിട്ടുള്ളതാണ്. ഓൻ്റെ സൈനൂടെ നമ്മൾ പാർട്ടി, ഓനാണ് എല്ലാം സംഘിൽ ഇപ്പോൾ അതായി തരണേ. അപ്പോൾ ഫ്രാങ്ക്ലിനെ ഇതാക്കാം. ഫ്രാങ്ക്ലിനെ രക്ഷിക്കണമെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ലൈക്ക് സബ്ബയാ. അപ്പോൾ നമുക്ക് ഓക്കെ, നേരെ കാറെടുത്ത് ഇങ്ങനെ സ്ഥലം കൂട്ടണം. ലൊക്കേഷൻ കിട്ടി. പോലീസ് സ്റ്റേഷനിലെ ഫ്രാങ്ക്ലിന് ചേട്ടാ, പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാക്കുക. പോടാ, നമ്മളൊന്നും നല്ല മനുഷ്യന്മാരോ ജീവിതം കളയാനായിട്ട്. ശരി, ഞാൻ പോയി ഫൈറ്റ് ഉണ്ടാക്കാം. നമ്മളോട് പോലീസുകാരിപ്പോൾ പുറത്തുണ്ട് കേട്ടോ. പുറത്താണ് ഫ്രാങ്ക്ലിനെ കെട്ടി വെച്ചിരിക്കണേ. പിന്നെ നമ്മൾ മൈക്കിൾ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ പോലീസുകാരെല്ലാം പോയി, പിന്നെ കുറച്ച് ബോഡി ഗാർഡ്സൊക്കെ ഉണ്ട്, അവരെ തീർത്താൽ മതി. അവരൊക്കെ പുല്ലാണ്. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകട്ടെ. ഒന്നും നോക്കണ്ട, ഒറ്റ ചാട്ട എന്നിട്ട് ഒരു വെടിയാണ് വെച്ചാൽ മതി. അയ്യോടാ, രക്ഷിക്കടോ. ഇവരെല്ലാം ഇനി പിടിച്ചോടുന്നു. പോലീസ് സ്റ്റേഷന് കൊടുക്കാൻ പരിപാടി. എന്ത് എൻ്റെ ചെക്കനെ തൊടുമോ നിങ്ങൾ? ഫ്രാങ്ക്ലിനെ തൊട്ട കൈ വെട്ടി ഞാൻ. അല്ല, പിന്നെ നമ്മളെ ചെക്കനെ ഇതാക്കാനായ. ചേട്ടാ ഫ്രാങ്ക്ലിനെ, നമ്മളെ രമേശൻ്റെ ബർത്ത്ഡേ ഇതാണ് ബർത്ത്ഡേ. അപ്പം നീ വിചാരിച്ചാലേ ഇപ്പോൾ ബർത്ത്ഡേ നടക്കും. കാരണം നീയല്ലേ രമേശൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഓടോ, ഞാനോ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ഞാൻ വന്നാലേ പാർട്ടി നടക്കൂ. നടക്കും. പക്ഷെ അവനെ നമുക്ക് ഒരു സർപ്രൈസായിട്ട് ഇപ്പോൾ കൊണ്ടുവരണ്ട. സർപ്രൈസായിട്ട് എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നീ ഓനെ പോയി കിഡ്നാപ്പ് ചെയ്യാൻ. അയ്യോ, കിഡ്നാപ്പ് ചെയ്യണ്ട. നീ അവനെ വിളിച്ചു കൊടുന്നിട്ട്
നമ്മള് പോലീസുകാർ നിന്നെ വിളിച്ചിക്കണ് പറഞ്ഞിട്ട്, എന്നിട്ട് അവൻ്റെ കാർ കെറ്റി ജനലൊക്കെ മൂടിക്കൊണ്ടി, പിന്നെ അവൻ്റെ കണ്ണ് അടിച്ചു പൊട്ടിച്ചോണ്ടി, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവാന്നാ പറഞ്ഞിട്ട് പാർട്ടീൻ്റെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അത് നല്ല ഐഡിയ ആണല്ലേ, എന്നാൽ അപ്പം തന്നെ കൊണ്ടുവരാം. ശരി ഞാനവിടെ ഉണ്ടാവും കേട്ടോ, പാർട്ടീൻ്റെ അവിടെ. ശരി പൈസ ഞാൻ നേരെ രമേശനെ പോയി പിക്ക് ചെയ്യട്ടെ. മറ്റേ പോലീസ് ഇവൻ നേരെ ഓടിട്ടോ. മറ്റേ ഒരാളവിടെ കളക്കുന്നുണ്ട് കേട്ടോ, എമർജൻസി ആയിട്ട് ഏതോ വണ്ടി ഒന്ന് ഇടിച്ച് ഇതാണ്. ഓക്കെ, രമേശനെ വീടെത്താനായിട്ടോ. വീട് ഒരു പാലം കയറൊക്കെ വേണം. ഇത്രയും വലിയ വീടൊക്കെ ആരും നിൽക്കും, പാലം കയറാനല്ലോ. അവൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ ഗൈസ്. ഈ കാർ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യട്ടെ, കമൻറ്റ് ചെയ്യും. വരുന്ന വഴിക്ക് കാറിൻ്റെ പരിപ്പൊക്കെ ഇളകിയിരിക്കണ്. ഇതാണ് അവൻ്റെ ബിൽഡിങ്. എടാ രമേശ, നിന്നെ പോലീസ് വിളിക്കുന്നുണ്ട് കേട്ടാ. രമേശ അങ്ങോട്ട് വാടാ, എന്നെ പോലീസ് വിളിക്കുന്നുണ്ട്. എടാ രമേശ, നിന്നെ പോലീസ് വിളിക്കുന്നുണ്ട് കേട്ടാ. എനിക്കറിയില്ല, കോടതിയിലൊക്കെ എടുക്കാനാണ് തോന്നുന്നു. പോലീസുകാരെ അതൊന്നും നീ പേടിക്കുന്ന, ഞാനില്ല ഇവിടെ. നീ ഇല്ലോണ്ടാണ് ഞാൻ ഇങ്ങനെ പോണേ. നീ വണ്ടി കയറ്. ശരി. പൊട്ട വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ പൊട്ടൻ വണ്ടി കയറിക്കണ്. നേരെ നമുക്ക് ബർത്ത്ഡേ പാർട്ടിയിലെ അവിടെ കൊണ്ടുപോയി ഇതാക്കാം അവനെ. അവിടെ ഈ വണ്ടിയിൽ ലേസൊന്നും ഇല്ലല്ലോ അതിൽ. ഇവിടെ പൊട്ട ഇത് സൂപ്പർ കാർ അല്ലാതെ നിൻ്റെ ഫോർച്യൂണറൊന്നല്ല AC ഇട്ട് ഓടിക്കാൻ. എടാ നീ ഇവിടെ നിൽക്ക് കേട്ടോ. അല്ലോ, അവിടെ താഴത്ത് ഫ്രാങ്ക്ലിനും മൈക്കിളും ട്രെവർ എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഈ കഥയിലേട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു രമേശ, ഹാപ്പി ബർത്ത്ഡേ ടു യു രമേശ, ഹാപ്പി ബർത്ത്ഡേ ടു യു രമേശ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ആണോ? താങ്ക്യൂടാ മിസ്റ്റർ ബീസ്റ്റ്, താങ്ക് യു. എടാ ഫ്രാങ്ക്ലിനെ ആ കേക്ക് എടുത്ത് അവന് കൊടുത്ത്. ശരി ഇതാ. അങ്ങനെ രമേശിൻ്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് എന്താ കോള് വരുന്നത്? ഓഹോ രമേശല്ലോ, ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടി രമേശൻ്റെ ശത്രു തോമ. എന്ത് നിന്നെ ഞാൻ കാണിച്ചാടാ. രമേശനാണ് വിളിച്ചിട്ട് നമ്മൾ തോമേനെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.